ഇത് മേഘങ്ങളുടെ നാട് എന്ന് വിളിക്കപ്പെടുന്ന മേഘാലയ. പ്രകൃതി തന്റെ പച്ചപ്പ് മുഴുവൻ വാരിവിതറിയ ഈ നിബന്ധവനങ്ങൾക്കുള്ളിൽ മനുഷ്യനെ വിസ്മയിപ്പിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. പുറം ലോകത്തിന്റെ കോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയും വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമായി നൂറ്റാണ്ടുകളായി ഇവിടെ ചില പാലങ്ങൾ ജീവനോടെ വളരുന്നുണ്ട്. ഗാസി ജയന്തിയ മലനിരകളിലെ വിസ്മയ കാഴ്ചയായ ലീവിംഗ് റൂട്ട് ബ്രിഡ്ജ്. മേഘാലയയിലെ കിഴക്കൻ ഗാസി ഹിൽസ് എന്ന ജില്ലയിലാണ് വിസ്മയകരമായ ഈ ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ അധികവും സ്ഥിതി ചെയ്യുന്നത്. കോൺക്രീറ്റോ ലോഹമോ കൊണ്ടല്ല, മറിച്ച് ഇന്ത്യൻ റബ്ബർ മരങ്ങളുടെ സ്വാഭാവികമായി വളരുന്ന വേരുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പാലത്തിലൂടെ നടക്കുന്നത് സങ്കല്പിക്കുക. ഇന്ത്യയിലെ മേഘാലയ എന്ന പ്രകൃതി രമണീയമായ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുതമായ ലീവിംഗ് റൂട്ട് ബ്രിഡ്ജിനെ കുറിച്ചുള്ള കഥയാണിത്. പ്രദേശവാസികൾ ഈ പാലങ്ങളെ സ്നേഹപൂർവ്വം ജിൻകിയിങ് ക്രീം എന്നാണ് വിളിക്കുന്നത്. റബ്ബർ മരം എന്നറിയപ്പെടുന്ന ഫിക്സി ഇലാസ്റ്റിക്കയുടെ വേരുകളിൽ നിന്നാണ് ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നത്. ഗാസി ഗോത്രക്കാർ ഈ പാലങ്ങൾ നിർമ്മിക്കുന്നത് തടിയുടെ കഷ്ണങ്ങളും മുളം കമ്പുകളും ഉപയോഗിച്ച് വേരുകൾക്ക് കൃത്യമായ ദിശ നൽകി വർഷങ്ങളോളം കാത്തിരിക്കും. 10-15 വർഷത്തെ നിരന്തരമായ പരിചരണം കൊണ്ട് ഈ വേരുകൾ പരസ്പരം പിണഞ്ഞു ചേർന്ന് ശക്തമായ ഒരു പാലമായി മാറും. ഒരേ സമയം 50-ലധികം ആളുകളുടെ ഭാരം വരെ താങ്ങാൻ ഈ ജീവനുള്ള പാലങ്ങൾക്ക് സാധിക്കും. ഈ പാലങ്ങൾക്ക് ഏകദേശം 100 അടി നീളം വരെ വളരാൻ വേണ്ടി സാധിക്കും. വേരുകൾ വളർന്ന് ഈ പാലത്തിന്റെ പൂർണ്ണ രൂപം രൂപപ്പെടാൻ ഏകദേശം 10 മുതൽ 15 വർഷം വരെ എടുക്കും. പൂർണ്ണമായും വളർന്നു കഴിഞ്ഞാൽ ഈ പാലങ്ങൾ ഏകദേശം 500 വർഷമോ അതിൽ കൂടുതലോ നിലനിൽക്കും. തുടർച്ചയായി വെള്ളവുമായി സമ്പർക്കം പുലർത്തുന്നതിനാൽ പാലത്തിന്റെ ചില വേരുകൾക്ക് നാശം സംഭവിക്കുമെങ്കിലും മറ്റുള്ളവ കട്ടിയുള്ളതും നീളമുള്ളതുമായി വളരുന്നു. ഇത് ദ്രവിച്ചു പോകുന്ന വേരുകൾക്ക് പകരമാകുന്നു. തദ്ദേശവാസികൾക്ക് അരുവികളും നദികളും മുറിച്ചു കടക്കുന്നതിനുള്ള സ്വാഭാവിക കണക്ടറുകളായി ഈ പാലത്തെ ഉപയോഗിക്കുന്നു. ഈ പാലത്തെ തലമുറകളായി ഇങ്ങനെ പരിചരിച്ചു പോരുന്നു. ഷില്ലോങ്ങിലെ റിവായ് റൂട്ട് ബ്രിഡ്ജും ചിറാപുഞ്ചിയിലെ ഉംഷിയാങ് ഡബിൾ ഡെക്കർ പാലവും ഉൾപ്പെടെ ഇവ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ഒരു പ്രധാന ആകർഷണമാണ് ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ. മേഘാലയയിലെ വെസ്റ്റ് ജയന്തി ഹിൽസ് ജില്ലയിലും ഈസ്റ്റ് ഗാസി ഹിൽസ് ജില്ലയിലുമാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മേഘാലയയിൽ താമസിച്ചിരുന്ന സമർത്ഥരായ ഗാസി വംശവർഗക്കാരാണ് റബ്ബർ മരങ്ങളുടെ വേരുകൾ അരുവികൾക്കിടയിലൂടെയുള്ള അരക്ക നട്ട് ഈന്തപ്പനയുടെ പൊള്ളയായ കരിമ്പുകളിലേക്ക് നയിക്കാൻ തുടങ്ങി. കാലക്രമേണ ഈ വേരുകൾ വളർന്ന് പരസ്പരം ഇഴചേർന്ന് ഉറപ്പുള്ള പാലങ്ങൾ രൂപപ്പെടുത്തി. അങ്ങനെ ജിൻകിയിങ് ക്രീം എന്ന പേര് നേടി. ഈ പാലങ്ങൾ ഇലാസ്റ്റിക് ആണ്, അതിനാൽ ഇവ ഭാരത്തെയും സമ്മർദ്ദത്തെയും നേരിടാൻ കെൽപ്പുള്ളതാണ്. ഈ മരങ്ങളുടെ വേരുകൾ സ്വാഭാവികമായും പരസ്പരം പിണയുകയും ലയിക്കുകയും ചെയ്യുന്നു. പരിക്കൻ പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണിലും ഈ മരങ്ങൾ വളരും. മനുഷ്യനും പ്രകൃതിയും വന്യജീവികളും തമ്മിലുള്ള യോജിപ്പുള്ള ബന്ധത്തിന്റെ ഉദാഹരണങ്ങളാണ് ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ. ഈ പാലത്തിന് ഒരേ സമയം 50-ലധികം ആളുകളുടെ ഭാരം ഉൾക്കൊള്ളാൻ കഴിയും. ലോക പൈതൃക സ്ഥലം എന്നത് ആഗോള സംരക്ഷണം ആവശ്യപ്പെടുന്ന പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇത്. ഇത്തരം സൈറ്റുകൾ ഐക്യരാഷ്ട്രസഭയും യുനെസ്കോയും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. മനുഷ്യരാശിക്ക് സാംസ്കാരികവും ഭൗതികവുമായ പ്രാധാന്യം കണക്കിലെടുത്താണ് യുനെസ്കോ ഈ സ്ഥലങ്ങളെ ലോക പൈതൃക സൈറ്റുകളായി തരംതിരിച്ചിരിക്കുന്നത്. ഈ പാലത്തിന്റെ നീളം 50 മീറ്ററും വീതി 1.5 മീറ്ററുമാണ്. പ്രകൃതി സ്നേഹികളായ ടൂറിസ്റ്റുകളുടെ ഇഷ്ടസഞ്ചാര കേന്ദ്രം കൂടിയാണ് മേഘാലയയിലെ പ്രകൃതി രമണീയമായ ഈ കൊടുങ്കാട്. മേഘാലയയിലെ പ്രശസ്ത ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകളുടെ സംരക്ഷകനായ ബഹുഹാലിവാർ പുരാതന ഗാസി പാരമ്പര്യമായ ജൈവ നെയ്ത്ത് സംരക്ഷകൻ ഭാവിയിലെ ഉൽപാദനത്തിനായി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായി തന്റെ ജീവിതം സമർപ്പിച്ചു. ക്ഷമ, സംസ്കാരം, പരിസ്ഥിതി എന്നിവയിലാണ് യഥാർത്ഥ പൈതൃകം വേര് ഊന്നിയതെന്ന് തെളിയിച്ചു. ആളുകളെയും വനങ്ങളെയും തലമുറകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ജീവനുള്ള പൈതൃകം സംരക്ഷിച്ചതിന് പത്മശ്രീ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു.